നമസ്കാരം മാഷെ. നമസ്കാരം. പക്ഷേ ഇന്നലെ വന്ന പ്രധാനപ്പെട്ട ലോക വാർത്തകളിലൊന്ന് അമേരിക്കയുടെ ഫെഡറൽ ഷട്ട് ഡൗണിനെ കുറിച്ചാണ്. അപ്പോൾ ലോകത്തെ സാമ്പത്തിക രംഗത്തെ മുഴുവൻ ബാധിക്കുന്ന വലിയ സ്തംഭിപ്പിക്കുന്ന ഒന്നായിട്ട് ഇന്നലെ അത് മാറുമോ എന്നൊരു ശങ്കയുണ്ടായിരുന്നു ലോക വ്യാപാര രംഗത്തും എല്ലാം. പക്ഷേ ഇന്ന് വരുന്ന വാർത്തകൾ അക്ഷരാർത്ഥത്തിൽ ലോകത്തെ അത് സ്തംഭിപ്പിച്ചിരിക്കുന്നു ഈ ഫെഡറൽ ഷട്ട് ഡൗൺ കൊണ്ട്. ശരിക്കും ഷട്ടർ ഇട്ടു എന്ന് വേണമെങ്കിൽ പറയാം എല്ലാ തരത്തിലും. അപ്പോൾ റിപ്പബ്ലിക്കൻ പാർട്ടിയും ഫെഡറൽ സംവിധാനങ്ങളും ഇരു സഭകളും അവിടുത്തെ ഇരു സഭകളും അവരുടെ വോട്ടിംഗ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതിനെ മറികടക്കാൻ വേണ്ടി ട്രംപ് കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഷട്ട് ഡൗൺ സംഭവിച്ചത് ആദ്യമായിട്ടല്ല. മെക്സിക്കൻ അതിർത്തിയിൽ മതിൽ അവിടുത്തെ മനുഷ്യക്കടത്ത് തടയാൻ വേണ്ടിയിട്ട് മതിൽ പണിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന്റെ കാലത്ത് തന്നെ ഈ ട്രംപിന്റെ കഴിഞ്ഞ കാലത്ത് 2019 അന്ന് 1.3 ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഈ ഒരു സമയത്ത് നഷ്ടമുണ്ടായത്. അന്ന് ഷട്ട് ഡൗൺ വന്നിട്ട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഷട്ട് ഡൗൺ വന്നിട്ട് അത് ഏതാണ്ട് 35 ദിവസം നീണ്ടു നിന്ന വലിയ ഷട്ട് ഡൗൺ ആയിരുന്നു. ഈ ഷട്ട് ഡൗൺ എത്ര ദിവസം നീണ്ടു നിൽക്കുമെന്നോ എന്തൊക്കെയാണ് സംഭവവാസങ്ങൾ ഉണ്ടാകുന്നോ മാഷ് എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു? പുതിയ വാർത്തകൾ എന്തൊക്കെയാണ്? അല്ല, എനിക്ക് തോന്നുന്നു ഈ ഷട്ട് ഡൗൺ എന്നതിനെ നമ്മളിപ്പോൾ ഒരു ഇന്ത്യനൈസ് ചെയ്ത് പറഞ്ഞാൽ അത് ട്രഷറി ബാൻ ആവാം, അല്ലെങ്കിൽ സാമ്പത്തിക അടിയന്തരാവസ്ഥയാവാം, എന്ത് പേരിട്ടും വിളിക്കാം. സംഭവിക്കാൻ പോകുന്നത് ഒരു രാജ്യത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഫണ്ട് വിനിയോഗിക്കാനുള്ള മുഴുവൻ സ്വാതന്ത്ര്യവും അധികാരവും ഭരണകൂടങ്ങൾക്ക് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയാണ്, അല്ലെങ്കിൽ നഷ്ടപ്പെടുത്തുന്ന വിധം ഭരണകൂടങ്ങൾ പെരുമാറുകയാണ്. അതിൽ സാർ ഈ റോബിൻജി കൃത്യമായിട്ട് അറിയാമായിരിക്കും, ഈ അമേരിക്കയുടെ ഒരു പ്രത്യേകത, അമേരിക്കൻ ഡെമോക്രസി അല്ലെങ്കിൽ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനും ഇന്ത്യയും തമ്മിൽ മൗലികമായ ചില വ്യത്യാസങ്ങളുണ്ട്. ചില കാര്യം, ഇപ്പോൾ ഉദാഹരണത്തിന് ഈ ഒക്ടോബർ 1 പ്രാധാന്യം എന്താണെന്ന് അറിയാലോ സാറിന്? നമ്മുടെ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ്. അമേരിക്കൻ സാമ്പത്തിക വർഷം തുടങ്ങുന്നത് ഇന്നലെയാണ്. ഒക്ടോബർ 1 മുതൽ സെപ്റ്റംബർ 30 വരെയാണ്. അപ്പോഴാണ് ഷട്ട് ഡൗൺ വരിക. അതിൻ്റെ അടിസ്ഥാന കാരണം അതാണ്. ഷട്ട് ഡൗണിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ ഒരു ബജറ്റ് പാസ്സാക്കി മാർച്ച് 31 നമ്മൾ ചിലവാക്കിയിട്ട് എത്രയാണോ ചിലവാക്കിയത് അത്രയും ചിലവാക്കിയാൽ മതി, ബാക്കി സ്പിൽ ഓവറായിട്ട് അവിടെ കിടക്കും. അങ്ങനെയാണല്ലോ. എന്നാൽ അടുത്ത വർഷം ഫണ്ട് ചിലവാക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? ഇവിടെയുള്ള പ്രൊവിഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓർഡിനൻസ് പാസ്സാക്കുകയാണ്. തൽക്കാലത്തേക്ക് അടിയന്തരമായിട്ട് നമുക്കൊരു ചിലവാക്കേണ്ടി വന്നാൽ അതിന് ഓർഡിനൻസ് എടുക്കാം. ഓർഡിനൻസ് 6 മാസത്തിനുള്ളിൽ പാസ്സാക്കി എടുത്താൽ മതി സഭയിൽ. അങ്ങനെയുള്ള ഇവിടുത്തെ നിയമം. അമേരിക്കൻ ഭരണഘടനയുടെ നിയമം അങ്ങനെയല്ല. ഒരു ബജറ്റ് കാലാവധി കഴിഞ്ഞാൽ, ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ പിന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന അടുത്ത ബജറ്റ് അലോക്കേഷൻ പാസ്സായി വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം അതിനാണ് ഈ CR ബില്ല് എന്ന് പറയുക. അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. CR ബില്ലിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ എന്താണ്? കണ്ടിന്യൂയിങ് റെവല്യൂഷൻ ബിൽ എന്താണ്? അതിന് അവിടുത്തെ നിയമം എന്താണെന്ന് അറിയാം? ഈ സെനറ്റ്, അതാണല്ലോ അവിടുത്തെ പാർലമെൻറ്റ്, സെനറ്റിലൊരു ബില്ല് പാസ്സാക്കണം. സാധാരണ ബില്ലിനേക്കാൾ ഇമ്പോർട്ടൻസ് ഉണ്ട് അതിന്. സാധാരണ ബില്ല് പാസ്സാക്കാൻ കേവല ഭൂരിപക്ഷം മതി. ഇത് നമ്മൾ ഭരണഘടനാ ഭേദഗതി എന്നൊക്കെ പറയില്ലേ, 3/2 ഭൂരിപക്ഷം എന്ന് പറയും പോലെ അമേരിക്കൻ സെനറ്റിൽ ഇപ്പോൾ 100 പേരാണുള്ളത്. അതും ഇന്ത്യക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയാണ്. ഇന്ത്യയിൽ ജനസംഖ്യാനുപാതികമായിട്ടാണല്ലോ പാർലമെന്റിൽ പ്രാതിനിധ്യം. അമേരിക്കയിൽ അങ്ങനെയല്ല. ഓരോ സ്റ്റേറ്റിനും 2 പേരാണ്. 50 ഇപ്പോൾ അമേരിക്കയിൽ 50 സ്റ്റേറ്റ് ഉണ്ട്, 50 സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ ഓരോ സ്റ്റേറ്റിനും 2ആണ്. കൊച്ചു സ്റ്റേറ്റുകളുണ്ട്, വളരെ വലുതുമുണ്ട്. ഓരോന്നിനും സ്റ്റേറ്റിൻ്റെ വലിപ്പമോ ജനസംഖ്യയൊന്നും പ്രശ്നമല്ല. ഒരു സ്റ്റേറ്റ് ഉണ്ടോ 2 MP ഉണ്ട്, അങ്ങനെയാണ്. അപ്പോൾ 100 MP മാർ, 50 സ്റ്റേറ്റിന് 100 മെമ്പർമാരാണ് ഈ സെനറ്റിലുള്ളത്. അതിൻ്റെ 60% വേണം എന്ന് പറഞ്ഞാൽ എത്ര പേര് വേണം? 60%, 60 പേര് വേണം. 60 ഉണ്ടെങ്കിലേ CR ബില്ല് പാസ്സാവുള്ളൂ. എന്ന് പറഞ്ഞാൽ സാമ്പത്തിക വർഷം അവസാനിച്ചാൽ അടുത്ത സാമ്പത്തിക വർഷത്തേക്ക് ഒരു പൈസ, ഒക്ടോബർ 1 തൊട്ട് ഒരു നയാ പൈസ ചിലവാക്കണമെങ്കിൽ CR ബില്ല് പാസ്സാവണം. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഭരിക്കുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ ഗവൺമെൻറ്റിന്, 2ാം ട്രംപിന് സെനറ്റിൽ 53 പേരേ ഉള്ളൂ. 7 പേരുടെ കുറവ്. 7ന്റെ കുറവുണ്ട്. 2 ഈ വോട്ടെടുപ്പ് നടന്നപ്പോൾ 2 പേര് സ്വതന്ത്രന്മാരുണ്ട്. അവരെയും കൂടി കൂട്ടി 55 ആക്കി. എന്നാലും പോരാ. ബാക്കി 5 പേരില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, 5 പേര് എങ്ങനെ കിട്ടും റോബിൻജി? 5 പേരെ കിട്ടണമെങ്കിൽ 45 പേര് എൻ ബ്ലോക്കായിട്ട് ഡെമോക്രാറ്റ്സ് ആണ്. അതിൽ നിന്ന് ഒരാളെ പോലും കിട്ടൂല. അതാണ് പ്രതിസന്ധി. ഇനി ഈ അമേരിക്കൻ ഭരണഘടനയിൽ വേറെ ഒരു പ്രൊവിഷൻ കൂടി ഉണ്ട് കേട്ടോ. ഭരണകക്ഷിക്ക് ഒരു CR ബില്ല് കൊണ്ടുവന്ന് 60 ഭൂരിപക്ഷം ഉണ്ടാക്കിയിട്ട് പാസ്സാക്കിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അടുത്ത ഈ പ്രതിപക്ഷത്തിൻ്റെ കോർട്ടിലേക്ക് പോകും. എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റ്സിന്
ഒരു സമാന്തരമായി അവരുടെ ആശയപ്രകാരമുള്ള ഒരു CR ബിൽ ഉണ്ടാക്കാം. അപ്പോൾ കോർട്ടിൽ പന്ത് ഡെമോക്രാറ്റ്സിന്റെ ഡെമോക്രാറ്റ്സിന്റെ കയ്യിലേക്ക് കൊടുത്തു. അതും പാസ്സായില്ല. എങ്ങനെ പാസ്സാവും? അവർക്കും വേണം 60 ഉണ്ടാക്കുക. അവരുടെ കയ്യിൽ 45 ഉള്ളൂ. അപ്പൊ എന്തായെന്ന് വെച്ചാൽ 55-45 2 തവണ തോറ്റുപോയി. ഡെമോക്രാറ്റ്സ് വന്നപ്പോഴും തോറ്റു, റിപ്പബ്ലിക്കൻസ് വന്നപ്പോഴും തോറ്റു. ഇതാണ് പ്രതിസന്ധി. ഈ പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ പിന്നെ അമേരിക്കയിൽ ഒറ്റ രക്ഷയുള്ളൂ. അതാണ് ഈ ഫെഡറൽ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് ചെയ്തു എന്നറിയോ? ട്രംപ് ചെയ്ത ഏറ്റവും അദ്ദേഹത്തിൻ്റെ ഒരു സ്വഭാവം കാണിച്ചു. അത് രാജ്യം ഏതായാലും മുടിയട്ടെ, എന്നാൽ രാഷ്ട്രീയ എതിരാളികളൊക്കെ ശരിപ്പെടുത്തി കളയാം. ഉടനെ ഷട്ട് ഡൗൺ ബാധിച്ചു. ആദ്യം പാസ്സാക്കിയ ഷട്ട് ഡൗൺ എന്താ? ഷട്ട് ഡൗൺ എന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പണം ചെലവാക്കാൻ പാടില്ല എന്ന് ഉത്തരവിടുക. അപ്പോൾ എന്താ ആദ്യം ഉത്തരവിട്ടത് എന്താ അറിയോ? ഡെമോക്രാറ്റ്സ് ഭരിക്കുന്ന സ്റ്റേറ്റുകൾക്കൊന്നും നയാ പൈസ കൊടുക്കണ്ട. വെരി ഗുഡ്, വെരി ഗുഡ്. അതാണ് തീരുമാനം. അവരങ്ങനെ സൂചിക്കണ്ട. അപ്പോഴാണ് അവർ സൂചിക്കേണ്ട. മാത്രമല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിനെ പിന്തുണച്ചൂടെ എന്നൊക്കെയാണ് ചോദ്യം. ഇനി അവർ പിന്തുണക്കാം, എന്താ നമുക്കും ചോദിക്കാം. പലപ്പോഴും ഈ അമേരിക്കൻ സെനറ്റിൽ ഇത്തരം CR ബില്ലുകൾ വരുമ്പോഴൊക്കെ ഈ ഭരണപ്രതിപക്ഷ വ്യത്യാസം ഇല്ലാതെ പലപ്പോഴും യോജിച്ചു പോയിട്ടുണ്ട്. യോജിക്കണമെങ്കിൽ ഒന്നാമത്തെ കാര്യം എല്ലാവരെയും യോജിപ്പിക്കുന്ന ഒരു പ്രസിഡന്റ് ഉണ്ടാവണം. അതില്ല ഒന്നാമത്തെ കാര്യം. രണ്ടാമത് നയപരമായി ഇപ്പോൾ വലിയ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഇദ്ദേഹം അവതരിപ്പിച്ച CR ബില്ല്, ട്രംപ് അവതരിപ്പിച്ച അല്ലെങ്കിൽ ട്രംപിൻ്റെ കക്ഷി അവതരിപ്പിച്ച CR ബില്ല് ഡെമോക്രാറ്റ്സിന് ഒരു കാരണവശാലും അനുവദിക്കാൻ പറ്റില്ല. അതിന് കാരണം നയപരമായ സാമ്പത്തിക നയത്തിൽ വ്യത്യാസമുണ്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ട്രംപ് ഏതാണ്ടൊരു ശുദ്ധ വലതുപക്ഷവാദിയാണ്. ഡെമോക്രാറ്റ്സ് ആണെങ്കിൽ ഈ ഇപ്പോൾ ഒരു അമേരിക്കൻ കോണ്ടസ്റ്റിൽ ലെഫ്റ്റുമാണ്. അവരെന്താണെന്ന് വെച്ചാൽ അവർക്ക് വെൽഫെയർ സ്കീമുണ്ട്, പെൻഷനുണ്ട്, സബ്സിഡികളുണ്ട് അവരുടെ സാമ്പത്തിക നയത്തിൽ. മാത്രമല്ല ഒബാമ കെയർ ഒക്കെ ഉണ്ടല്ലോ. ഒബാമ കെയർ എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ ഏറ്റവും മികച്ച ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയാണ്. അമേരിക്കയിൽ ഇപ്പോൾ കോടിക്കണക്കിന് രൂപ നമുക്ക് ചികിത്സാ ചെലവൊക്കെ ഫ്രീ ആണ്. ഇപ്പോൾ ഈ ഇൻഷുറൻസ് പദ്ധതി എല്ലാം ഇപ്പോൾ സ്റ്റോപ്പായി, കംപ്ലീറ്റ് സ്റ്റോപ്പ്. എന്താ കാരണം എന്ന് വെച്ചാൽ അതൊക്കെ ഡെമോക്രാറ്റ്സിന്റെ നയപരിപാടിയാണ്. ട്രംപിന്റെ നയപരിപാടി അനുസരിച്ച്, റിപ്പബ്ലിക്കൻസിന്റെ നയപരിപാടി അനുസരിച്ച് ഇൻഷുറൻസ് വേണ്ട, വെൽഫെയർ പരിപാടികൾ, പെൻഷൻ, ഇങ്ങനെയുള്ള സഹായങ്ങളൊന്നും വേണ്ട, സബ്സിഡി എന്ന് പറയുന്ന ഒരു ഏർപ്പാടേ വേണ്ട. ഇത് ലോകത്തിൽ എല്ലായിടത്തും യുവന്റെ കാര്യത്തിൽ വരെ ഇത് തന്നെയാണ് സമീപനം. എല്ലാത്തിലും ഇതാണ്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പ്രശ്നം. നോ വെൽഫെയർ. അപ്പോ കാര്യം എന്താ വെച്ചാൽ നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടി ഖജനാവിലെ പണം എടുത്ത് ചെലവാക്കാൻ പാടില്ല. അതാണോ അമേരിക്ക ഫസ്റ്റ് എന്ന് പറയുന്നത്? അതാണ് അമേരിക്ക ഫസ്റ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ആയിരിക്കണം. നമ്മുടെ നാട്ടിൽ പണ്ട് പറഞ്ഞിട്ടിരുന്നില്ല, റോബിൻജി കേട്ടിട്ടുണ്ടാവും, ഞങ്ങളൊക്കെ സർവീസിലുള്ള കാലത്ത് കേട്ടിരുന്നതാണ്, സ്കൂളുകൾ അനാദായകരമായ അതാണ് അൺഎക്കണോമിക് സ്കൂളുകൾ പൂട്ടും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ട്രൈബൽ ഏരിയയിൽ 10 കിലോമീറ്റർ നടന്നു പോലും ഒരു സ്കൂളിൽ കുട്ടിക്ക് പോകാൻ പറ്റാത്ത കാലത്ത് ആ കോളനിയിൽ എവിടെയെങ്കിലും സ്കൂൾ ഉണ്ടാക്കി കൊടുത്താൽ 10 ആളെങ്കിലും പഠിച്ചോളൂല്ലോ. അത് മല കയറി കഷ്ടപ്പെട്ട് അവിടെ അധ്യാപകർ എത്തുന്ന എത്രയോ സ്ഥലങ്ങളുണ്ടായിരുന്നു. അതെ, അങ്ങനത്തെ സ്കൂളിന് എന്താ പ്രശ്നം? എണ്ണം കുറവാണ്. കുട്ടികളില്ലെങ്കിൽ പൂട്ടണം. 100 കുട്ടികളില്ലാത്ത സ്കൂളുകൾ പൂട്ടാനൊക്കെ തീരുമാനിച്ചിരുന്നു. കച്ചവടം നടത്താനല്ല. അതാണ് ഇതിനെ. അപ്പോൾ അൺഎക്കണോമിക് എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസം എങ്ങനെ ലാഭകരമാവുക? അതാണ് പ്രശ്നം. ഒരു രാജ്യത്തിന്റെ ഭാവി വിഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു എല്ലാ കാര്യങ്ങളെയും കച്ചവടത്തിലൂടെ കാണുമ്പോൾ പ്രശ്നമാണ്. ഇതാണ് സ്ഥിതി അവിടുത്തെ. അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നത് വലിയ ക്രൈസിസിലാണ്. ഒന്ന് വന്നത് ഡെമോക്രാറ്റ്സ് ഭരിക്കുന്ന മുഴുവൻ സ്റ്റേറ്റുകളുടെയും ഭരണം സ്തംഭിച്ചു. നയാ പൈസ അവർക്ക് കൊടുക്കുന്നില്ല. അതിൻ്റെ പേരിലുള്ള പ്രക്ഷോഭങ്ങളും വിരോധങ്ങളും. അവർ പറയുന്നത് ഇതൊരു തരം ബ്ലാക്ക് മെയിലാണ്, പൊളിറ്റിക്കൽ ബ്ലാക്ക് മെയിൽ എന്ന് പറഞ്ഞുകൊണ്ട് അവർ വലിയ പ്രക്ഷോഭം തുടങ്ങി. 5 ലക്ഷം സർക്കാർ ജീവനക്കാർ പണിമുടക്കി എന്ന് പറയുന്നത് ഈ ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്നവരാണ്. ഡെമോക്രാറ്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന മാത്രമല്ല, ഡെമോക്രാറ്റ്സ് ഭരിക്കുന്ന സ്റ്റേറ്റുകളിലെ ജീവനക്കാർ അവർക്ക് വലിയ എന്താണെന്നറിയാം. ആദ്യത്തെ നയം നടപ്പാക്കിയിട്ടുള്ളത് അവർക്കൊരു സ്കീമിൻ്റെ പേരുണ്ട്. ഇത്തരം ഘട്ടങ്ങളിൽ ഈ ഇത് വന്നു കഴിഞ്ഞാൽ, ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞാൽ, ഫെഡറൽ ഷട്ട് ഡൗൺ വന്നു കഴിഞ്ഞാൽ ഓരോ കമ്പനിയും അവശ്യ സർവീസ് മാത്രം പ്രവർത്തിച്ചാൽ മതി. അവശ്യ സർവീസ് തന്നെ മീഗർ സ്റ്റാഫ് കൊണ്ട് പ്രവർത്തിച്ചാൽ മതി. ഏറ്റവും കുറച്ച്. ഇപ്പോൾ ഉദാഹരണത്തിന് ആശുപത്രിയിൽ ചെന്നാൽ ഇപ്പോൾ ഒരു 50 ഡോക്ടർമാരും 10-100 നഴ്സുമാരുള്ള ഒരു ഹോസ്പിറ്റലാണെങ്കിൽ അവിടെ 5 ഡോക്ടർമാർ മതി, 5-10 നഴ്സുമാർ, ഏറ്റവും കുറഞ്ഞ കപ്പാസിറ്റി ജീവനക്കാർ മതി. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അവശ്യമല്ലാത്ത സർവീസുകളിലൊക്കെ ജീവനക്കാർക്ക് നിർബന്ധിത അവധി കൊടുക്കും. ശമ്പളമില്ലാത്ത അവധി. അതാണ്. അങ്ങനെയാണ്. നോൺ പേയ്മെന്റ് ലീവാണ് നമ്മൾ പറയില്ലേ, ലോസ് ഓഫ് പേ ലീവ് നിർബന്ധിച്ചു കൊടുക്കുക. അതൊക്കെയാണ് ഇതിൻ്റെ ഭയങ്കര ഗുരുതരമായ അവസ്ഥയാണ് സർ. അമേരിക്കയിലെ സാധാരണക്കാരെന്ന് പറഞ്ഞാൽ മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരൊക്കെ സാധാരണക്കാരാണല്ലോ, അവരെ മുഴുവൻ ഇത് ബാധിക്കും. വേറൊന്ന് വന്നിട്ടുള്ളത്, അവശ്യ സർവീസിൽ സ്റ്റാഫിൻ്റെ എണ്ണം ചുരുക്കിയാൽ എവിടെയൊക്കെ ബാധിക്കുമെന്നറിയോ?
എയർപോർട്ടുകളിൽ ബാധിക്കും. എയർപോർട്ടുകളിൽ ഇപ്പോൾ എന്താ സ്ഥിതി വെച്ചാൽ, ഞാൻ ലേറ്റസ്റ്റ് കണ്ട വാർത്ത അനുസരിച്ച് അമേരിക്കയിലെ എല്ലാ ഡൊമസ്റ്റിക് എയർലൈൻസും വൈകുകയാണ്. വെച്ചാൽ ജീവനക്കാർ കുറച്ച് മതി. എന്ന് വെച്ചാൽ 10 സർവീസ് നടത്തുന്ന ഒരു സെക്ടറിൽ അത്യാവശ്യക്കാർ പോയാൽ മതി, ഒരു സെക്ടർ മതി. അങ്ങനെ വരുമ്പോൾ വരുന്ന ആൾക്കാർക്ക് ഒരു സെക്ടറിൽ ഒരു വിമാനത്തിൽ പോയാൽ അടുത്ത ആൾക്കാർ അടുത്ത വിമാനം വരെ കാത്തിരിക്കണം. പക്ഷേ ഇത് അമേരിക്കൻ ടൂറിസത്തിന്റെ തകർച്ചയിലേക്ക് നയിക്കില്ല? ഭീകരമായിട്ട് ബാധിക്കും അല്ലേ? ആഭ്യന്തര ടൂറിസം മാത്രമല്ല, ആഭ്യന്തര ടൂറിസം പറഞ്ഞാൽ മ്യൂസിയങ്ങളൊക്കെ അടച്ചിരിക്കുന്നു. അതെ അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള മ്യൂസിയങ്ങൾ അടച്ചിട്ടുണ്ട്. ലിബർട്ടി പ്രതിമയുടെ താഴെയുള്ള ആ ഒരു സ്ഥലമുണ്ടല്ലോ, അതെ, അതിന് ഗേറ്റ് അടച്ച വാർത്ത അത് എടുത്തു പറഞ്ഞിട്ടുണ്ട് ഈ വാർത്തകളിൽ ഉണ്ട്. മാത്രമല്ല അവിടെയൊക്കെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ, അമേരിക്കയാണ് പൊതുസ്ഥലത്തും മ്യൂസിയത്തിലും പാർക്കിലും ഒക്കെ ആളുകൾ പോകുമ്പോൾ ഏറ്റവും വലിയ പ്രശ്നം സെക്യൂരിറ്റിയാണ്. സെക്യൂരിറ്റി സ്റ്റാഫിനോട് ലീവ് എടുപ്പിച്ചിരിക്കുക. എന്തായിരിക്കും സ്ഥിതി? ഇത് എങ്ങനെ ടൂറിസ്റ്റുകൾ ചെല്ലും? ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. വലിയ ഭയപ്പാടുണ്ടാക്കുന്ന സംഗതിയാണ്. ഇന്റർനാഷണൽ ടൂറിസം എന്തായാലും ആശങ്ക ഉറപ്പായിട്ടും വരും. വേറൊരു കാര്യം കൂടി ഇതിനിപ്പോൾ പക്ഷേ എനിക്ക് തോന്നുന്നു അമേരിക്കൻ ഭരണഘടനയിൽ ഇതിന് യുദ്ധകാല പരിഹാരങ്ങളൊക്കെ നിർദ്ദേശിക്കുന്നുണ്ട്. എല്ലാ ദിവസവും വോട്ടെടുപ്പ് ആലോചിക്കണം എന്നാണ്. നാളെ വോട്ടെടുപ്പ് നടക്കാൻ പോകും. പരിഹാരം നിർദ്ദേശിക്കുന്ന അതാണ് പ്രശ്നം. അതിന് പരിഹാരം എങ്ങനെ കാണുന്നില്ല. ഭരണഘടന അനുസരിച്ച് പറയുന്നത്, നിങ്ങൾ ഇത്തരത്തിൽ ഷട്ട് ഡൗൺ വരേണ്ട സാഹചര്യം ഉണ്ടായി എന്ന് പറഞ്ഞാൽ, CR ബില്ല് ഭരണകക്ഷി കൊണ്ടുവന്നു, പരാജയപ്പെട്ടു, 60 തികഞ്ഞില്ല. പ്രതിപക്ഷം കൊണ്ടുവന്നു, പരാജയപ്പെട്ടു. അപ്പോഴാണല്ലോ ഷട്ട് ഡൗൺ വരിക. എങ്കിൽ എല്ലാ ദിവസവും ട്രൈ ചെയ്യണം വീണ്ടും. എന്ന് പറഞ്ഞാൽ നാളെ, ഇപ്പോൾ ഇന്നലെയാണ് 1, ഇന്ന് 2, ഒരു ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് 3-ാം തീയതി എന്ന് വെച്ചാൽ നാളെ വെള്ളിയാഴ്ച വീണ്ടും വിളിച്ചിട്ടുണ്ട് സെനറ്റ്. പക്ഷെ എങ്ങനെയാണ് റോബിൻജി ഇപ്പോൾ ഒരു പരിഹാരം ഇതിനകത്ത് ഉണ്ടാവുക? 45 പേര് ബ്ലോക്കായിട്ട് ഡെമോക്രാറ്റ്സാണ്. എൻറ്റയർലി അവർ ട്രംപിനെതിരാണ്. ട്രംപ് എന്ത് നയം കൊണ്ടുവന്നാലും അവരെതിർക്കും. ട്രംപ് എന്ത് ഭാവിച്ചുകൊണ്ടാണ് മാഷത്? ഒന്നും പറയാൻ വയ്യ. അദ്ദേഹത്തിൻ്റെ കയ്യിൽ എന്താണ്? ഒരു ഭരണാധികാരിക്ക് ചേർന്ന ഒരു സമീപനമേ അല്ല. ഒരു സമീപനമേ അല്ല. എനിക്ക് തോന്നുന്നത് എല്ലാം കൂടി അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹത്തിന് 2 ഭ്രാന്ത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഈ ഇസ്രായേൽ കരാറുണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഒന്ന്, അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ഒരു നോബൽ പ്രൈസ് വാങ്ങണം. അമേരിക്കൻ പ്രസിഡന്റ് നോബൽ പ്രൈസ് ഇതുവരെ അതാണ്. നോബൽ പ്രൈസ് വാങ്ങിച്ചാൽ തീരുന്നതാണോ അദ്ദേഹത്തിന്റെ? ആ രാജ്യം കുളമാവും സർ. രാജ്യം കുട്ടിച്ചോറാക്കിയിട്ട് അദ്ദേഹത്തിന് നോബൽ പ്രൈസ് കിട്ടുമായിരിക്കും. അതാണ് സംഭവിക്കാൻ പോണത്. ഒന്ന്. വേറൊന്ന്, അദ്ദേഹത്തെ കാലാവധി പൂർത്തിയാക്കാൻ 1 കൊല്ലം കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ 2ാം ട്രംപ് വന്ന അന്ന് മുതൽ ഈ ഒരു നിലവിട്ട പെരുമാറ്റമല്ലേ? ലോകം മുഴുവനുള്ള അമേരിക്കൻ ബന്ധങ്ങൾ വഷളാക്കി നശിപ്പിച്ചു കളഞ്ഞു. ആഭ്യന്തരമായിട്ടാണെങ്കിൽ അമേരിക്കൻ ഫെഡറൽ കോടതികളുടെ 6-7 വിധികൾ വന്നു ട്രംപിനെതിരായിട്ട്. അമേരിക്കയിലെ ഒട്ടുമിക്കവാറും സ്റ്റേറ്റുകൾ ട്രംപിനെതിരായി പ്രമേയം പാസ്സാക്കി. അമേരിക്കയിലെ ഏതാനും എനിക്ക് തോന്നുന്നത് 10-11 യൂണിവേഴ്സിറ്റികൾ ട്രംപിനെതിരായി പാസ്സാക്കി. അമേരിക്കയിലെ എല്ലാ കുടിയേറ്റ സമൂഹങ്ങളും അദ്ദേഹത്തിനെതിരാണ്. ട്രാൻസ്ജെൻഡർ സമൂഹം എതിരാണ്. ഫെമിനിസ്റ്റുകളെതിരാണ്. ആരാണ് ഇനി അവിടെ എതിരല്ലാത്ത? ആളുകൾ താമസിക്കുന്ന വഴിയാധാരമായിരിക്കുന്നു എല്ലാവരും. ഇനി വേറൊരു തമാശ അതാണ്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ മനുഷ്യർ തെരുവിൽ കിടന്നുറങ്ങുന്ന രാജ്യം. മഹാനഗരങ്ങളിലെ കണ്ടില്ലേ? പാലത്തിന്റെ ചുവട്. നമ്മൾ വിചാരിക്കുന്ന അവിടെ സ്വർഗ്ഗമാണെന്നാണ്. രാത്രിയാകുമ്പോൾ വീടില്ലാത്തവർ മനുഷ്യർ ഈ ടെന്റ് ഉണ്ടല്ലോ, നമ്മൾ ടൂറിസ്റ്റുകളുടെ ടെന്റ്, അതുമായിട്ട് വന്നിട്ട് പാലത്തിന്റെ ചുവട്ടിൽ രാവിലെ നേരം പുലരുന്നതിന് മുമ്പ് എണീറ്റ് പോകാൻ വേണ്ടി ഉറങ്ങുന്നത്. അതിനിടയ്ക്ക് അമേരിക്കൻ പട്ടാളക്കാർ എത്തിക്സ് പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു. അതെ. അപ്പൊ അധാർമികമായിട്ടുള്ള എന്തോ ചെയ്യുന്നു എന്നുള്ളതല്ലേ? തീർച്ചയായിട്ടും അധാർമികത ഉള്ളതുകൊണ്ടാണല്ലോ എത്തിക്സ്, ഈ ധാർമ്മികത പഠിപ്പിക്കേണ്ടി വരുന്നത്. കഷ്ടമാണ് കാര്യം. അമേരിക്കക്കാരോട് ഇപ്പൊ നമുക്ക് സിമ്പതി തോന്നി തുടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെ ഒരാൾ, നമ്മൾ പറയാറുണ്ടല്ലോ ചില ഭരണാധികാരികളെ കുറിച്ച്, അദ്ദേഹം ഭരിക്കുന്ന കാലത്ത് ജീവിച്ചിരുന്നത് എൻ്റെ അപമാനമാണ് എന്ന് പറയാറുണ്ടല്ലോ. തീർച്ചയായിട്ടും ആ സമയത്ത് ജീവിച്ചിരുന്നു എന്ന് പറയുന്നത് പോലെയാണ്. അമേരിക്കക്കാരോട് നമുക്ക് വല്ലാതെ സഹതപിക്കേണ്ടത്. ഈ ഷട്ടർ പൊക്കാൻ പറ്റുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു. ഇനി അടുത്ത വഴി എന്തെങ്കിലും എമർജൻസിയിൽ ഒരു കാരണവശാലും ഇങ്ങനെ 60 പേരുടെ ഭൂരിപക്ഷം ഉണ്ടാക്കാൻ കഴിയാതിരുന്നാൽ ലീഗൽ പ്രൊവിഷൻ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതുവരെ അങ്ങനെ വേണ്ടി വന്നിട്ടില്ല പുതിയ സാഹചര്യം. ഇതിൻ്റെ ഒരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ, അമേരിക്കയുടെ ലോകം മുഴുവനുള്ള ബന്ധം നന്നായി നിൽക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഷട്ടർ വീഴുന്നതെങ്കിൽ നമുക്ക് അമേരിക്കയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാനെങ്കിലും കഴിയുമായിരുന്നു. ഇപ്പോൾ അതുപോലും ആളുകളുടെ മനസ്സിൽ പ്രാർത്ഥന മുഴുവൻ എതിരാണ് അമേരിക്ക. ഈ ചെങ്ങാതിയുടെ നാട് പോയി തൊലയട്ടെ എന്ന് നമ്മൾ വിചാരിക്കും, അല്ലേ? അതാണ് സാധാരണ മനുഷ്യരാണ്. മാത്രമല്ല ലോകത്തിലുള്ള എല്ലാ ഈ ദീനരായ മനുഷ്യരോടും മനോഹരമായി പെരുമാറിയിട്ടില്ല, ഗംഭീരമായ പെരുമാറിയിട്ടുള്ള റോബിൻജിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഉപ്പുമാവ് വന്നിരുന്നത് അമേരിക്കയാണ്. അതാണ് ഉപ്പുമാവും നല്ല ഒലിവെണ്ണയും. അതിന്റെ രുചിയൊന്നും ഇപ്പോഴും ഭയങ്കരമാണ്. ഞാൻ പറയുന്നത് അങ്ങനെ വളർന്നൊരു ഒരു കടപ്പാടും കൂറും ഒക്കെ നമുക്ക് അമേരിക്കയോട് ഉണ്ട്. മാത്രമല്ല ലോകത്തിൽ മനുഷ്യാവകാശത്തിന്റെ പേരിൽ ഭീഷണി നേരിട്ട ബുദ്ധിജീവികളെയും ജീനിയസുകളെയും ജേർണലിസ്റ്റുകളെയും
ഒക്കെ അഭയം കൊടുത്ത നാടാണ്. ഇപ്പോൾ എല്ലാവരും ആട്ടി ഓടിക്കുക, എല്ലാവരും ആട്ടി ഓടിക്കുന്നു. ഒരിക്കൽ സ്ഥിതി കുടിയേറ്റക്കാരനായി വന്ന ആൾക്കാർ കുടിയേറ്റക്കാരെ അവരെ തന്നെ ആട്ടി ഓടിക്കുന്ന അവസ്ഥ. കുടിയേറ്റക്കാരുടെ നാടാണല്ലോ സാക്ഷാൽ. എന്താണ് ഇവരുടെ കയ്യിൽ? ഇപ്പം ഈ റെഡ് ഇന്ത്യൻസിനെ ആട്ടി ഓടിച്ച് കൊലപ്പെടുത്തി കളഞ്ഞതിന് ശേഷം അന്ന് ചെയ്തതിന് തിക്ത അനുഭവം കിട്ടുന്നത് പോലെ ഉണ്ടല്ലേ? തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ചരിത്രം അല്ലേ നമുക്ക് പകരം വീട്ടെന്ന് പറയില്ലേ, അല്ലേ? അതായിരിക്കാൻ സാധ്യതയുണ്ട്. ആർക്കെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുക. ഈ 10 തലമുറയ്ക്ക് ശേഷമാണെങ്കിലും അനുഭവിക്കുന്നത് സംസ്കാരത്തിന്റെ ഒരു പ്രതികാരം പോലെ ഉണ്ട് ഇപ്പൊ കണ്ടാൽ. എന്തായാലും ഈ ഷട്ടർ വളരെ വേഗം ഉയർത്താൻ തുറക്കട്ടെ, അമേരിക്കക്കാർ ജീവിക്കട്ടെ എന്നല്ലേ. ലോകത്തെല്ലാം ബാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് തീർച്ചയായിട്ടും. അതുകൊണ്ട് തന്നെ അതാണ് ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട വാർത്ത. വല്ലാത്ത ആശങ്കയാണ്. ഈ ആശങ്ക അമേരിക്കയിലെ പാവങ്ങളായ, ആദ്യമായി നമ്മൾ പ്രയോഗിക്കേണ്ട ഒരു വാക്കാണ്, അമേരിക്കയിലെ പാവങ്ങളായ മനുഷ്യർക്ക് ഉള്ള ഉത്കണ്ഠ നമ്മൾ പങ്കിടും. നമ്മളതിൽ പങ്കുചേരുക തന്നെ. തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.